ഒരുവന് ഒരു മത്സ്യം കൊടുത്താൽ അതവന് അന്നത്തെ ആഹാരമാകുന്നു. എന്നാൽ ഒരുവനെ മത്സ്യകൃഷി പഠിപ്പിച്ചാൽ അതവന് എന്നത്തെയും ആഹാരമാകുന്നു എന്നാണ് ചൈനീസ് പഴമൊഴി. ഇവിടെ നെറ്റിയിലെ വിയർപ്പിൽ നിന്നും അപ്പം സമ്പാദിക്കണം എന്ന ബൈബിൾ വചനം അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കുകയാണ് സുപ്രിയൻ. അതാകട്ടെ കാർഷിക കേരളത്തിന് പുതിയൊരു വിജയമാതൃക സൃഷ്ടിക്കുകയും ചെയ്തു. സുപ്രിയൻ, നിങ്ങളിപ്പോൾ എത്ര ആളുകൾ ചേർന്നാണ് ഈ കൃഷി ചെയ്യുന്നത്? ഞങ്ങൾ 5 പേര്, ചേട്ടനന്മാർ 5 പേരാണ്. 5 പേരാണ്. അതായത് എനിക്കൊന്ന് പുരുഷ സ്വയം സഹായ സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ്. ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു കൃഷി ഇപ്പോൾ തുടങ്ങിയിട്ട് എത്ര നാളായി? ഇപ്പോൾ ഒരു 10 വർഷം 8 വർഷം പിന്നെ 10 കൂട്ടാം. ഇപ്പോൾ ഈ കായലിൽ ഇങ്ങനെ സ്വതന്ത്രമായി നീന്തി കിടക്കുന്ന മീനെ നമ്മൾ പിടിച്ചൊരു പ്രത്യേക കൂട്ടിനകത്താക്കുകയാണ്. കേജ് കൾച്ചർ. ശരിക്കും അത് ഒരു പ്രകൃതി വിരുദ്ധമാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല തോന്നിയിട്ടില്ല. ഈ വിത്ത് അങ്ങനെ കിട്ടാറില്ലല്ലേ, ഇതെപ്പോഴും കിട്ടുന്നതല്ല. അപ്പോൾ നമ്മളിങ്ങനെ നമുക്ക് വിത്ത് ഉൽപ്പാദനം ഇതിനകത്തില്ല, കൂട്ടിനകത്തില്ല. അപ്പോഴും ഞങ്ങൾ മറ്റുള്ള വലക്കാർ ഇങ്ങനെ മത്സ്യം പിടിക്കാൻ പോകുന്നതിന് കൊഞ്ചിനെ പിടിക്കാൻ ചെമ്മീൻ പിടിക്കാൻ പോകുന്നതിനെ പറഞ്ഞ് ഞങ്ങൾക്ക് വിത്ത് വേണം. ഉടനെ അവർ പറഞ്ഞ് കൊണ്ടുവരാം. ഞങ്ങൾ വരുന്ന ഉടനെ ആൾ കാണണം, എണ്ണി എടുക്കാൻ പറ്റത്തില്ല. ഈ ക്രിമിണി മീനാ, അത് ഇങ്ങനെ വെയിലിൻ്റെ ചൂട് കട്ടിയാലും പകുതി അങ്ങ് ചാവും. എത്ര? 1 ഇഞ്ച്? 1 ഇഞ്ച് വരത്തില്ല. വെറും പിന്നെ ഈ നെല്ലിൻ്റെ ഇതേ കാണത്തുള്ളൂ. പിന്നെ ഈ 1 ഇഞ്ച് എന്ന് പറയുന്നത് വളർന്ന് വരുന്നത് ഇങ്ങനെ ഓരോ ഇഞ്ച് വളർന്ന് വരുന്നത്. അപ്പോൾ അവർ പറയും 2000 ലിറ്റർ 3000 ഞാൻ കൂട്ടിനകത്ത് പോയിട്ട് ഞാനപ്പോൾ ആലപ്പുഴ നിൽക്കായിരിക്കും, ചിലപ്പോൾ കരുനാപ്പള്ളി നിൽക്കായിരിക്കും. ഇവർ കൊണ്ട് 1000 ലിറ്റർ 2000 ലിറ്റർ വന്നെടുക്കുമ്പോൾ 500 രൂപയ്ക്കും കാണത്തില്ല. അങ്ങനെയും കളിപ്പിക്കൽ നടക്കുന്നുണ്ട്. വരുന്നവർക്ക് വിത്ത് കൊടുക്കാതിരിക്കാനൊക്കെ വിത്ത് കൊടുത്തേ പറ്റൂ. വരുന്നവർക്ക് വിത്ത് കൊടുക്കാതിരിക്കില്ല. എല്ലാവർക്കും സൂപ്പറായിട്ട് വരുമ്പോൾ ഇപ്പുറത്ത് എടുത്ത് അപ്പുറത്ത് വെക്കുന്നവർ കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ കേജ് ഏതാണ്ട് 1.5 മീറ്റർ ആഴത്തിൽ താഴ്ന്നു നിൽക്കുന്നു. 6 അടി നീളം 6 അടി വീതിയാണ്. ഒരേ ഇതാണ്. എങ്ങനെയാണ് ഈ കൂട് ഉണ്ടാക്കുന്നത്? കൂട് നമ്മൾ 6 അടി നീളത്തിൽ ഇങ്ങനെ ഇത് നെയ്തെടുക്കും. ഈ പൈപ്പുമായിട്ട് സെറ്റ് ചെയ്തിട്ട് വല ഞുറിഞ്ഞ് എടുത്തിട്ട് നല്ലപോലെ സെറ്റ് ചെയ്യണം. റീ കവർ എന്ന് പറയും. ഒറ്റ കവറാകുമ്പോൾ മീൻ ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മളിങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ വിണ്ടങ്ങ് പോകും. ഒറ്റ കവർ ഈ റീ കവറാകുമ്പോൾ അകത്തെ കവർ പൊട്ടിയാൽ പുറം കവർ കിടക്കും മീൻ. മേലിൽ എന്താണ് മൂടുന്നത്? മേലും മേളിൽ റീ കവർ വേണ്ട, ഒറ്റ കവർ മതി. ഇത് എലിയുടെ വല്ല ശല്യം ഉണ്ടോ? എലിയുടെ ശല്യം ഉള്ളു. എലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരികയല്ല, മനുഷ്യർ സന്ധ്യ ആയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒരു ഭരണമാണ്. അവരിങ്ങോട്ട് വരിക, കയറുക, അങ്ങോട്ട് എല്ലാം റൗണ്ട് ചെയ്യും. പല മേളി റൗണ്ട് ചെയ്യാൻ അകത്തിറങ്ങി മീനെ പിടിച്ച് പൊക്കിക്കൊണ്ട് മേളി വരും. അപ്പം ചിലപ്പോൾ പൊക്കൊണ്ട് പോകും, ചിലപ്പോൾ അതിനകത്ത് ചത്തി കിടക്കുമ്പോൾ അറിയുന്നത് ഇവൻ കരണ്ടി കൊണ്ട് പോയതാണ്. എലിയുടെ ശല്യം ഭയങ്കര ശല്യമാണ്. സുപ്രിയ, ഇപ്പോൾ ഈ കൂടുകളിൽ ഏതൊക്കെ തരത്തിലുള്ള മത്സ്യങ്ങളുണ്ട്? കരിമീൻ, പൂമീൻ, സിലോപ്പിയ, കണമ്പ്, ചെമ്പല്ലി, അഴുക, നെത്തോലി, ചൂടെന്നും പറയും. നെത്തോലി ചൂട. ഇപ്പോൾ ഈ കരിമീനാണല്ലോ ഏറ്റവും പ്രീമിയം മീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനാണോ ആവശ്യക്കാർ കൂടുതൽ? അങ്ങനെയൊന്നുമില്ല. വരുന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാ ഐറ്റം വേണം. ടി വിയിലെ കണ്ടതിന് ശേഷം പറഞ്ഞ് പുള്ളിമീൻ വേണം, പൂല വേണം. അവർക്ക് ഇന്നതൊന്നും ഇല്ല. കുറേ വിത്ത് ഇറക്കാൻ കിട്ടണം, എല്ലാ ഐറ്റം അവർ കിട്ടണം. ഇപ്പോൾ ഈ കരിമീനൊക്കെ ഇപ്പോൾ ഈ കൂട്ടിൽ എത്ര നാൾ കൊണ്ട്? 6 മാസം ആകുമ്പോൾ വിളവെടുപ്പ് അല്ല. പിന്നെ ഈ സാറുമാർ വരുമ്പോൾ ഞങ്ങൾക്ക് വീഡിയോ പിടിച്ച് അവർക്ക് ഈ ക്ലാസ് കൊടുക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ അന്നേരം എല്ലാ കൂടും പോക്കി കഴിഞ്ഞാൽ കുറേ മീൻ ഞങ്ങൾക്ക് ചാവും. അപ്പോൾ 6 മാസം ആകുമ്പോൾ കരിമീൻ എത്രത്തോളം വളർച്ച വരും? അന്നേരം ഒരു 250 രൂപ. 250. അതായത് 8 മീനുണ്ടെങ്കിൽ 1 കിലോ. 2 കിലോ. അപ്പോൾ 2 കിലോ മീൻ എത്ര രൂപ വില? അന്നേരം 1000 രൂപ. 500 രൂപ വെച്ച് 1 കിലോ. അപ്പോഴേ തന്നെ കാശ് അപ്പോഴേ അവർ കൈ തരിക. അവർ പറഞ്ഞ മീൻ്റെ വിലയല്ലായിരുന്നു, ഈ മീൻ കാണുന്നതിന് കാശ് ശരിയാണ്. ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ വരുന്ന ഏത് മീൻ? എല്ലാ ഐറ്റത്തിനും അവർക്ക് ഇന്നതൊന്നുമില്ല. എല്ലാവർക്കും മീനം കിട്ടിയാൽ മതി. അതുമല്ല, കൂടുതലും കുഞ്ഞൻ വിത്ത് കിട്ടണം അവർക്ക്. കരിമീനല്ല, വളർത്തിയിട്ട് അവർക്ക് വല്ല വിത്ത് ഉൽപ്പാദനം ഉണ്ടാകും. അത്തരം വിത്തുകൾക്ക് എത്ര രൂപയാണ് വാങ്ങിയത്? 1 ഇഞ്ചിന് 10 രൂപ. 1 ഇഞ്ച് എന്നല്ല, ഞാനിപ്പോൾ 2 രൂപ വെച്ച് ഞാൻ വേണമെങ്കിൽ 1 ഇഞ്ചിന് മേടിക്കാം. പക്ഷേ നമുക്ക് അവിടെ വിത്ത് ഉൽപ്പാദനമില്ല. പുറത്തുനിന്ന് വലക്കാരായി മേടിച്ച് കളക്ട് ചെയ്താണ് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ ഈ 10 രൂപ മേടിക്കുന്ന പറഞ്ഞത് ചിലപ്പോൾ അവർ പറഞ്ഞ 1000 വേണം 2000 വേണം എന്നൊക്കെ പറയുമെങ്കിലും നമ്മളാ പറഞ്ഞ കാശേ ഞാൻ കൊടുക്കും. വിത്ത് എണ്ണാനൊക്കത്തില്ല. ഇതുപോലെ സൂര്യൻ ഉള്ള സമയത്ത് ഈ വിത്ത് എടുത്ത് കൊടുക്കാൻ പാടില്ല, ചൂട് തട്ടി ചാവും. അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നീ അതിരാവിലെ ഒന്നീ വൈകിട്ട് 5 മണി കഴിയാൻ കൊണ്ടുവരിക. ഞാനില്ലെങ്കിലും ശരി, എനിക്ക് അങ്ങനെ ഒരു വിശ്വാസമാണ്. ഞാൻ പറഞ്ഞ നിങ്ങൾ കൂടെ കൂടുതലാൻ കോരി ഇട്ടാൽ മതി. ആ ചേട്ടൻ എണ്ണി എടുക്കണം.
ഞാൻ പറഞ്ഞില്ല നിങ്ങളെ കൂടുതലും കോരിയിട്ടാൽ മതി. അപ്പോൾ വീട്ടുകാർ ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കും. നോക്കിയിട്ട് പറയാം അച്ഛാ ആദ്യം കൊണ്ടുവന്നിട്ട് കുഴപ്പമില്ല, കുറേ നേരം അവർ കോരിയിട്ടായിരുന്നു. പിന്നെ കൊണ്ടുവന്നത് ഒരു അത്ര ഇല്ല, അതാ പറ്റി ചെയ്ത അച്ഛനെ. ശരിയാ, പറ്റിച്ചെന്ന് പറഞ്ഞാൽ എന്തായാലും ഞാൻ ചെന്ന് കൂടി പോക്കി നോക്കുമ്പോൾ ശരിയാ പറ്റിച്ചിരിക്കുക. ആ, അങ്ങനെയുള്ള ആളുകളുണ്ട്. ഉണ്ട്. ഈ കൂട്ടിൽ എന്തൊക്കെയാ തീറ്റി? ചോറ്, കുഞ്ഞു മീൻ ചോറാണ് കൊടുക്കണ്ടേ. പിന്നെ ബീറ്റ്റൂട്ട്, ആപ്പിള്, മുന്തിരിയൊക്കെ ഇവിടെ കുറച്ച് അങ്ങനെ ഇട്ട് കൊടുത്ത് അവരൊക്കെ തിന്നുന്നതിനനുസരിച്ച് കക്കറച്ചിയും കൊടുക്കാം. കക്കറച്ചിയും കൊടുത്തിട്ട് ആപ്പിൾ മുന്തിരിയൊക്കെ എവിടെ നിന്ന്? ജോയ്സ് സൂപ്പർ മാർക്കറ്റ് ആ കടക്കാരൻ അവരിവിടെ കൊണ്ടുതരും. അടുത്ത പാപ്പ ഇവിടെ കൊണ്ടുതരും. എന്നിട്ട് പറയും സൂപ്രിയ മീൻ അവരും കൂടുതൽ കൊണ്ടുവന്നുണ്ട്. കരിമീൻ ഇതൊക്കെ ഇഷ്ടമാണോ? കരിമീൻ കരിമീൻ മറ്റുള്ള മീനുകളൊക്കെ ഈ സിലോപ്പിയയും കരിമീനും ഇത് വലിയ ആവശ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്. ഇത് എത്ര നേരം തീറ്റ കൊടുക്കണം? തീറ്റി കാലത്തും വൈകിട്ടും കൊടുക്കണം. കാലത്തും വൈകിട്ടും കൊടുത്തില്ലെങ്കിൽ ഒരു നേരമെങ്കിലും കൊടുത്തിരിക്കണം. അല്ലെ മീൻ ശോഷിച്ചു പോകും. എൻ്റെ പേര് ഷീല എന്നാണ്. നീണ്ടകര പഞ്ചായത്തിലെ മെമ്പറാണ്. ഞാൻ 4-ാം വാർഡിനെ പ്രതിനിധീകരിച്ച് കൊണ്ടാണ് മെമ്പറായത്. ഇപ്പം എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇന്നത്തെ കാലാവസ്ഥ അനുസരിച്ചും നമ്മുടെ ഈ വെള്ളത്തിൻ്റെ രീതി അനുസരിച്ചും വരുന്ന മീനിൻ്റെ ഉൽപ്പാദനം കുറവ് മൂലം നമ്മൾ നിരവധി പ്രോജക്റ്റുകൾ സംവിധാനം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കേരള ഫിഷറീസുമായിട്ടും ബന്ധപ്പെട്ടും കൊല്ലം ജില്ലാ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടും നിരവധി പ്രോജക്റ്റുകൾ കൊണ്ടുവരാനും അതിനൊരു കോർഡിനേറ്റർ പഞ്ചായത്ത് തലത്തിൽ തീരുമാനിക്കുകയും 100 കുടുംബശ്രീ യൂണിറ്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിന് ആവശ്യമായ പദ്ധതികൾ ഞങ്ങൾ രൂപം ചെയ്തു വരികയാണ്. അതിൻ്റെ മുന്നോടിയായി ഞങ്ങൾ ഇപ്പോൾ തന്നെ 50 ഗ്രൂപ്പുകളെ തന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് അവർക്ക് വേണ്ട വിധം പരിശീലനം കൊടുക്കുന്നതിനായി നമ്മുടെ നീണ്ടകര പഞ്ചായത്തിൻ്റെ അഭിമാനമായി മാറിയ സുപ്രിയ എന്ന വ്യക്തിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് വേണ്ട ട്രെയിനിങ്ങുകളും പരിശീലനങ്ങളും നൽകി അവർക്ക് സഹായങ്ങളും വിത്തുകൾ ശേഖരിക്കുന്നതിന് ആവശ്യമായ നടപടികളും കൈക്കൊള്ളുന്നതിന് ആവശ്യമായ പദ്ധതികൾ രൂപം ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയും അദ്ദേഹം അത് സ്വീകരിക്കുകയും നമുക്ക് കുടുംബശ്രീ യൂണിറ്റുകളെ വിളിച്ചു വരുത്തി അതിന് വേണ്ടുന്ന പ്രോത്സാഹനം നൽകി അതിൻ്റെ ഫലമായി ഇപ്പം 100 യൂണിറ്റുകളാണ് മുന്നിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ നമ്മുടെ ഈ മത്സ്യമേഖലയിൽ വരുന്ന പ്രതിസന്ധി നേരിടുന്നതിനാവശ്യമായ മുൻകരുതൽ എന്നവണ്ണം നമുക്ക് നിരവധി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് നൽകുന്നതിനാവശ്യമായ സംവിധാനം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഞങ്ങൾ സുപ്രിയ അച്ഛനെ കാണുകയും സുപ്രിയ അച്ഛൻ്റെ സഹായം ആവശ്യപ്പെടുകയും ഞങ്ങൾ അദ്ദേഹത്തിന് മുൻനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഗ്രൂപ്പുകൾക്ക് പ്രചോദനമായി നൽകുന്ന എല്ലാ സംരംഭങ്ങൾക്കും അദ്ദേഹം മീൻ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ സമയത്ത് മീൻ കുഞ്ഞുങ്ങളെ തരാമെന്നും ചിപ്പി കൃഷി ചെയ്യേണ്ടുന്ന സമയത്ത് ചിപ്പി വിത്തുകൾ കൊണ്ട് തരാമെന്നും പിന്നെ കൊഞ്ചിൻ്റെ നമ്മുടെ ഓവിക്കൊഞ്ചുണ്ട്, അതിന് നല്ല രീതിയിലുള്ള ഒരു കൊഞ്ചാണ്. ആ കൊഞ്ച് സീസൺ സമയത്ത് ആ കൊഞ്ച് കൊണ്ട് തരാമെന്നും എല്ലാം ഏറ്റിട്ടുണ്ട്. അതിന് വേണ്ട സഹായങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്കിപ്പം തന്നെ നിരവധി കൂടുകൾ സംരംഭിച്ച് അദ്ദേഹം സംരംഭ മേഖല എന്നോണം നടത്തുന്ന ഈ കൂടുകളിലെ മത്സ്യകൃഷി വൻ വിജയമാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നമ്മൾ അർപ്പിക്കുകയാണ്. ഇവിടെ ഈ മീൻ വാങ്ങിക്കാനായിട്ട് വരുന്ന ആവശ്യക്കാരാണ് വലിയ ഹോട്ടലുകാരും അതേ വീടുകളിൽ നിന്നാണ്. വീട്ടുകളിൽ ആരാ കൂടുതലും വരുന്നത്? ഹോട്ടലുകാരെന്ന് പറയുന്നത് ഈ വില കൂടുതലാകുമ്പോൾ അവർക്ക് എണ്ണം കൂടുതൽ വേണം. എണ്ണം കൂടുതലാകുമ്പോൾ നമുക്ക് നഷ്ടമാണ്. 1 കിലോ 16 എണ്ണക്ക് നിൽക്കും. ആ 8 എണ്ണം എൻ്റെ കണക്ക് സാറിന് കണക്ക് കൂട്ടി 8 എണ്ണത്തിൻ്റെ കണക്ക് കൂട്ടി 2 കിലോ 2 കിലോ അത് 1 കിലോ 16 എണ്ണം നിൽക്കും. അപ്പോൾ അമ്മക്ക് നഷ്ടം. അവിടെ ഈ മേടിക്കുന്നവർക്ക് ഒരു സന്തോഷമില്ല. അത് വലിയ മീനായിരുന്നു, ഇത് കൊച്ചു മീനാണ്, അതിന് വില കുറച്ചുകൂടായ, അപ്പോൾ വില പേശണം. അപ്പോൾ എനിക്ക് ആ വില പേശുന്ന ഇഷ്ടമല്ല. ചുമ്മാ അത് വേണമെങ്കിൽ മീനാൻ കൊടുക്കും. ഇപ്പോൾ സുപ്രിയൻ്റെ നേതൃത്വത്തിലുള്ള ഈ പുരുഷ സ്വയം സഹായ സംഘം ഇത്രയും വലിയൊരു സംരംഭമൊക്കെ തുടങ്ങി, ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്? സബ്സിഡി ഇനത്തിൽ നമ്മുടെ ഫിഷറി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നീതാമാടം എന്ന് പറയും, കൊല്ലം ജില്ലയുടെ ആ നീതാമാടം വന്ന് ഞങ്ങൾക്ക് ഇതിൻ്റെ ക്ലാസ്സുകൾ തരും. അപ്പോൾ സൈബൻ്റൊക്കെ തന്ന് ഞങ്ങളെ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോവുക, ഞങ്ങൾക്ക് അതിന് വേണ്ടുന്ന ഈ ആഹാരങ്ങളൊക്കെ മേടിച്ച് തരിക. അടാക്കിൽ നിന്ന് സഹായം കിട്ടി? അടാക്കിലും കിട്ടിയിട്ടുണ്ട്. അടാക്കിലും സാറ് ഇതുപോലെ നമ്മളെ ഈ മക്കളെ കൊണ്ടുപോകുന്നതല്ല കൊണ്ടുപോയി എല്ലായിടവും കൊണ്ട് നടന്നിട്ട് ഈ ആലപ്പുഴയെല്ലാം കൊണ്ടുപോകും. പല ഭാഗത്തും ഇങ്ങനെ പോണ്ടിച്ചേരിയെല്ലാം കൊണ്ടുപോകും. കൊണ്ടുവന്നിട്ട് നമ്മളെ എങ്ങോട്ടെങ്കിലും പോയെന്ന് നമ്മളെ തെറ്റ് കണ്ടാൽ അപ്പോഴേ ചോദ്യം ചെയ്യും. അതല്ല ധനസഹായവും തരും. ധനസഹായം ആദ്യം കാശ് തന്ന്. ഇപ്പോൾ ഈ ഒരു കാഴ്ച, അത് ഈ കേജ് കൾച്ചറിൻ്റെ ഈ ഒരു കാഴ്ച കാണാനായിട്ട് ആളുകളൊക്കെ വരുന്നുണ്ടോ? വരുന്നുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ക്ലാസ് ഈ ഏഷ്യാനെറ്റിൽ പോയതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഗൾഫ്, അമേരിക്ക, അവിടുന്ന് വരെ ആൾക്കാർ വന്നു ഇവിടെ വന്ന് നമ്മളെ ക്ലാസ്സൊക്കെ കണ്ടും കേട്ടും ഞങ്ങളെ ചേട്ടാ ഞാൻ കർഷകരാക്കണം, ഞങ്ങൾക്ക് വിത്ത് തരണം, കരിമീൻ തരണം. എൻ്റെ പേര് ബാബു. ഞാൻ കേരള മത്സ്യസമൃദ്ധിയുടെ നീണ്ടകര പഞ്ചായത്തിൻ്റെ കോർഡിനേറ്ററാണ്.
ഞങ്ങൾ ഇപ്പം ഈ മത്സ്യസമൃദ്ധിയുടെ ഭാഗമായിട്ട് നീണ്ടകര പഞ്ചായത്തിൽ ഒരുപാട് കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കേരള സർക്കാർ ഇപ്പോൾ ഇറക്കിയ ഒരു പുതിയ പ്രോജക്റ്റാണ് മത്സ്യസമൃദ്ധി. അതിൻ്റെ നേരത്തെ അഡാക്കിൻ്റെ കീഴിലും മറ്റുള്ള അഡാക്ക് ധനസഹായങ്ങൾ തന്നതിൻ്റെ അടിസ്ഥാനത്തിലും മത്സ്യകേരളം പരിപാടിയിൽ തുടങ്ങിയതാണ് ഈ പദ്ധതി. ഇപ്പം മത്സ്യസമൃദ്ധി എന്നും പറഞ്ഞാണ് പുതിയ സർക്കാർ ഇറക്കിയിരിക്കുന്നത്. അതിന് ഒരുപാട് ആൾക്കാരെ വീണ്ടും ഈ രംഗത്തോട്ട് കൊണ്ടുവരുവാൻ വേണ്ടി ഞാനും ഈ നീണ്ടകര പഞ്ചായത്തിലെ പഞ്ചായത്ത് കമ്മിറ്റിയും കൂടെ വളരെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വിജയകരമാണ് ഇവിടുത്തെ ഈ കൂട് കൃഷി. മറ്റ് ശുദ്ധജല മത്സ്യം, ഇത് കൊഞ്ച്, കല്ലുമ്മേക്ക, ഇതെല്ലാം വളർത്താൻ വേണ്ടി ഈ കർഷകർ മുന്നോട്ട് വരികയാണ്. ഇത് ഒരു ട്രെയിനിങ് സെൻറ്റർ പോലെ തന്നെ തുടങ്ങാനുള്ള ഒരു പദ്ധതിയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. സുപ്രിയൻ്റെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്, ഇങ്ങനെ കായൽ തീരത്തുള്ള ആളുകൾക്ക്, കുറച്ച് ചെറുപ്പക്കാർക്ക് ഈ ഒരു സംരംഭം തുടങ്ങണമെന്നൊരാഗ്രഹമുണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ സുപ്രിയൻ സഹായിക്കും. എന്നെ കഴിയുന്ന പ്രോത്സാഹനം ചെയ്തിരിക്കും. പ്രോത്സാഹനം എന്ന് വെച്ചാൽ എൻ്റെ മുഖ്യ പരിപാടി വിത്ത് കൊടുക്കുക എന്നൊറ്റ ലക്ഷ്യമാണ്. വിത്താണ് കൂടിൻ്റെ നിർമ്മാണം പഠിപ്പിക്കാം. അതും പഠിപ്പിക്കാൻ റെഡി. അവരെ ഇവിടെ കൊണ്ടുവന്ന് പരിശീലനം റെഡി. എത്ര ആൾ വന്നാലും അതും കൂടുതൽ സമയത്ത് ക്ലാസ്സും ഇല്ല. ഇതൊരു സേവനമായിട്ടാണ് കാണുന്നത്. സേവനമായിട്ടാണ്, ജനത്തിന് ഒരു നല്ല സേവനം. എന്ന് വെച്ചാൽ എത്രയോ പേര് ചുമ്മാതെ സമയങ്ങൾ കളയാതെ നമ്മൾ വല തുന്നാനിരുന്ന എങ്ങോട്ടും പോകാനൊക്കത്തില്ല. ഇതിനകത്ത് ശരിക്കും ഇതിൻ്റെ ടെക്നിക്ക് പണി പഠിക്കാൻ നമ്മൾ ബുദ്ധിമുട്ടാണ്. അത് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മളെങ്ങും പോയി തമാശ പറയാൻ പോലും സമയം കിട്ടത്തില്ല. എത്ര വർഷമായി രംഗത്ത്? ഞാൻ എൻ്റെ 10 വർഷം. 10 വർഷം. ഈ രംഗത്തേക്ക് വരുന്ന ആളുകൾക്ക് സുപ്രീം ഒരു ഉപദേശം കൊടുക്കാനുണ്ടോ? എന്താണ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈ ടെക്നിക്ക് കൂട് നിർമ്മാണം, വിത്തുകൾ കൊടുക്കുക. ഇതിനകത്ത് വരുന്ന ആളുകൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രിയിൽ ശ്രദ്ധിക്കണം. ഈ രാത്രിയിൽ വളർന്നു വരുമ്പോൾ മീൻ വിളവെടുക്കാൻ വേറെ ആൾക്കാർ വരും. മോഷണമുണ്ടോ? ഇവിടെയും മോഷണമുണ്ട്. പിന്നെ അനിയന്മാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരിങ്ങനെ അക്കരോട്ട് ലൈറ്റ് അടിക്കും, ഇക്കരോട്ട് ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് അടിക്കും. അഥവാ അനിയന്മാരില്ലെന്നാണെങ്കിൽ ഞാൻ അക്കരയിൽ നിന്ന് എനിക്ക് ലൈറ്റ് അടിക്കും. അടിക്കുന്ന ഈ കൂടോടെ വന്നാൽ ഇല്ല, കൂട് കൊണ്ടാക്കത്തില്ല. ഇവർ കൊണ്ടുപോയില്ലേ. ഇവരുടെ പരിപാടി എന്ന് പറയുന്നത് വല അടി. ഇപ്പോൾ സാറന്മാർ വന്ന് വീഡിയോ എടുത്തിട്ട് പോയി. അവരുടെ പരിപാടി കണ്ട് കുറേ മീനുണ്ട്, അവർ കൊണ്ടുപോകാനോ ഒക്കത്തില്ല. അതിനുമ്പോൾ ഞങ്ങളൊന്ന് പിടിക്കുമെന്നറിയാം. അതിന് അടിവല കട്ട് ചെയ്തും വിടും. നമുക്കും കിട്ടാവും. അപ്പോൾ നമ്മളിത് തീറ്റി കൊണ്ട് വരുന്ന സമയത്ത് മീനെല്ലാം നമ്മുടെ അടുത്ത് വന്നിരിക്കും. എന്താ ഇത്രയും മീനെ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത് നോക്കുമ്പോൾ കാണാൻ ചെന്ന് നോക്കുമ്പോൾ കൂടിൻ്റെ അടി കട്ട് ചെയ്ത് വിട്ടിരിക്കുക. ഇവർ കൊണ്ടുപോകാൻ പറ്റത്തില്ല. കൊണ്ടുപോകാനുള്ള സമയം ഞാൻ കൊടുത്തിട്ടില്ല. കിട്ടണ്ട. ഇത് നശിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യമുള്ളൂ. ഞാൻ അതിനോടത്ത് അങ്ങനല്ല. ഞാൻ പറഞ്ഞ നമ്മുടെ ഉപദേശിച്ചത് സാറിൻ്റെ ഭാഷ എടുത്ത് പറഞ്ഞ ഭാഷ ഇന്ന പോലെ സംഭവം നടന്നേ പുറത്താരും പറയണ്ട. ഞാൻ ഇപ്പോൾ പറഞ്ഞെങ്കിൽ അതിനെ പറഞ്ഞ എന്താ സുപ്രിയ ഇന്ന പോലെ കാര്യം. സുപ്രിയ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. പാർട്ടെന്ന് ചോദിക്കുക. സുപ്രിയ പല ജോലി ഇതില്ല, ഇതിൻ്റെ കാര്യമില്ലെന്ന് പറഞ്ഞ് പാഷ് വരെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് മാറിയില്ല. അങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സുപ്രിയൻ വലിയ ദൈവവിശ്വാസിയാണ്. ബൈബിളിൽ വിശ്വസിക്കുക. പാട്ടൊക്കെ പാടും. ഒരു പാട്ട് പാടും ബൈബിളിൽ. സ്തുതിച്ചിടുവിൻ യഹോവയെ, പാടുവിൻ കീർത്തനങ്ങൾ ഉന്നതങ്ങളിൽ സർവസൈന്യവുമേ. സൂര്യനും ചന്ദ്രനും നക്ഷത്രഗോളവും സകല ചരാചരവും. സൂര്യനും ചന്ദ്രനും നക്ഷത്രഗോളവും സകല ചരാചരവും. ആകാശം ഭൂമിയും സ്വർഗാതിസ്വർഗവും യഹോവയെ സ്തുതിപ്പിൻ. യെരൂശലേമേ സിയോണേ, യാക്കീനെ സ്തുതിക്കാം. യെരൂശലേമേ സിയോണേ, യാക്കീനെ സ്തുതിക്കാം. വീണകളോടും കിന്നരത്തോടും യഹോവയെ സ്തുതിപ്പിൻ. വീണകളോടും കിന്നരത്തോടും യഹോവയെ സ്തുതിപ്പിൻ. ഉയർത്തുന്നു എൻ കണ്ണുകളെ ഉന്നതൻ താമസിക്കും മലയിൽ. എൻ്റെ ദൈവം ഉറങ്ങുന്നില്ല, ഇസ്രയേലും ദൈവം മയങ്ങുന്നില്ല. മറ്റെൻ്റെ കണ്ണുനീർ കാണുമ്പോൾ കനിയുന്ന കരങ്ങളായി എന്നെയും താങ്ങിടുന്നു. വളരെ നല്ല പാട്ട്. സുപ്രീൻ്റെ ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് സുപ്രീൻ്റെ ഒരു ഭാവി പരിപാടി എന്താണ്? അതെ, എൻ്റെ ഭാവി എന്ന് വെച്ചാൽ ഈ ബൈബിള് ഇതിൻ്റെ ഇതുണ്ട്. ഞാൻ ഈ വീട്ടിലായിരിക്കുമ്പോഴേ ഇങ്ങനെ ഒരു പ്രവാചകൻ ഇതുപോലെ വന്നിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു ദൂര യാത്രയുണ്ട്,
അപ്പോൾ ഞാൻ ഇത്ര വിശ്വസിക്കുന്നില്ല. നിന്നെ ഞാൻ ശത്രുവിന് നടുക്കിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ അക്കരോട്ട് മാറ്റം അപ്പനെല്ലാം പ്ലാൻ ചെയ്തിരിക്കുക, അക്കരോട്ട് ആക്കാനൊക്കെ വെച്ച് പ്ലാൻ ചെയ്തിരിക്കുക, സ്ഥലമൊക്കെ മേടിച്ച്. അപ്പോൾ നിന്നിൽ കൂടെ എനിക്ക് പദ്ധതിയുണ്ട്. ഞാൻ ഉന്നത ശ്രേഷ്ഠന്മാരുടെ ഇടയിൽ ഞാൻ നിന്നെ ഇരുത്തും. നീ വായ്പ വാങ്ങുന്നതല്ല, വായ്പ കൊടുക്കും, തിരികെ വാങ്ങത്തില്ല. നിൻ്റെ വീട് ഞാൻ ഒരു വ്യാപാരശാലയാക്കും. ഞാൻ നോക്കിയിട്ട് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഞാൻ പല പല കച്ചവടം, ഉണക്ക കൊഞ്ച്, ഉണക്ക മീൻ, ഇതെല്ലാം സെയിൽസ് നടത്തി ഇങ്ങനെ സൂപ്പർ മാർക്കറ്റ്, ജോയ്സ്, ഇങ്ങനെ കടയിലെല്ലാം കൊടുക്കും. പിന്നെ മീൻപിടുത്തമാണെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് ടെക്നിക്ക് ഇങ്ങനെയുള്ള ഒരു വിജയമാർഗ്ഗം നമുക്കുണ്ട്. അങ്ങനെ നടത്തി ഒരുപാട് ദാനകർമ്മം ചെയ്യും. എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇനി ചെയ്യുന്ന പറഞ്ഞാൽ ഈ കൂടി കൃഷി ഒന്നുകൂടെ വിപുലമായിട്ട് നടത്തണമെന്നും ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് തന്നെ ഇതിൻ്റെ ക്ലാസ് കൊടുക്കുക, അവരെയും കൂടെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരിക, അവർക്ക് ഒരു കൃഷി നല്ല രീതിയിൽ വിപുലമായി നടത്തുക. അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനം, വിത്താന്ന് വിത്ത്, വലയാന്ന് വല, എന്തും കൊടുക്കാൻ. നമ്മൾ സമ്പന്നനല്ല, ദരിദ്രനാ, എന്നാലും എങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് അവരെ ഉയർത്തി നല്ല ഒരു ജീവിതം നമ്മുടെ തലമുറക്ക്, എൻ്റെ കാലം കഴിയുമ്പോൾ എൻ്റെ തലമുറ വളരെ വിജയകരമായിട്ട് വഴക്കും വയ്യാവിലിയൊന്നും പോകാതെ. ഇപ്പോൾ കാശില്ലാത്തതിൻ്റെ ഓരോരുത്തർ മോഷണവും കള്ളവും അവിടെ ചെന്ന് അവരെ നശിപ്പാൻ ഇവരെ നശിപ്പാൻ നടക്കുന്നത്. അങ്ങനെ നന്മ പറഞ്ഞൊരു ലോകം ഉണ്ടാവും. നല്ല അതെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അല്ലാതെ നമ്മൾ വലിയ സമ്പന്നനാവണോ കോടീശ്വരനാണോ എന്നുള്ള ആഗ്രഹമില്ല. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ക്ഷീരസഹകരണ സംഘങ്ങൾക്ക് സാമ്പത്തിക സഹായം. റബ്ബർ മരങ്ങൾക്ക് ഇൻഷുറൻസ് പദ്ധതി. കാർഷിക യന്ത്രങ്ങളിൽ പ്രവൃത്തി പരിചയം നേടാൻ പരിശീലനം. വാർത്തകൾ വിശദമായി. ക്ഷീരവികസന വകുപ്പ് 2013-14 സാമ്പത്തിക വർഷത്തിൽ ക്ഷീരസഹകരണ സംഘങ്ങൾക്ക് വിവിധ പദ്ധതികൾക്ക് ധനസഹായം നൽകുന്നു. ഓട്ടോമാറ്റിക് മിൽക്ക് കളക്ഷൻ യൂണിറ്റുകൾ, ചില്ലിംഗ് പ്ലാന്റ്, ബൾക്ക് മിൽക്ക് കൂളറുകൾ, മിൽക്ക് പാക്കിംഗ് യൂണിറ്റുകൾ, പാലുൽപ്പന്ന നിർമ്മാണ യൂണിറ്റുകൾ എന്നിവയ്ക്കും അവയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കുമാണ് സാമ്പത്തിക സഹായം നൽകുന്നത്. കൂടാതെ ക്ഷീരസഹകരണ സംഘങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ധനസഹായം ലഭ്യമാണ്. ഗുണഭോക്തൃ സംഘങ്ങളെ തെരഞ്ഞെടുക്കുന്നതിന് ക്ഷീരസംഘത്തിന്റെ പാൽ സംഭരണം ഒരു പ്രധാന മാനദണ്ഡമായിരിക്കും. താൽപ്പര്യമുള്ള ക്ഷീരസംഘങ്ങൾ അപേക്ഷകൾ വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് സഹിതം സെപ്റ്റംബർ 15-ാം തീയതിക്ക് മുൻപായി ജില്ലാ ക്ഷീരവികസന ഓഫീസർ സമർപ്പിക്കേണ്ടതാണ്. കേരള വെറ്റിനറി സർവകലാശാലയുടെ മണ്ണുത്തി പൗൾട്രി ഫാമിൽ നിന്നും ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങൾ, കാട, ടർക്കി, അലങ്കാരക്കോഴി, ഗിനിക്കോഴി, മുട്ടകൾ, കോഴിവളം എന്നിവ ലഭ്യമാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലുമാണ് ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളുടെ വിതരണം. 100-ലധികം കോഴികളെ വേണ്ട കർഷകർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാം. അതിനായി തിങ്കൾ, ചൊവ്വ, ബുധൻ എന്നീ ദിവസങ്ങളിൽ മണ്ണുത്തി പൗൾട്രി ഫാമുമായി ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0472371178. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ നാളെ വനിതകൾക്കായി വീട്ടുവളപ്പിലെ കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ പരിശീലനം നൽകുന്നു. പരിശീലന കേന്ദ്രത്തിൽ രാവിലെ 9 മണിക്ക് പരിശീലനാർത്ഥികൾ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 047127321918. പ്രകൃതിക്ഷോഭം കൊണ്ടും വേനൽക്കാലത്തെ തീപിടുത്തം കൊണ്ടും നാശനഷ്ടം സംഭവിക്കുന്ന റബ്ബർ മരങ്ങൾക്ക് റബ്ബർ പ്ലാന്റേഷൻ ഇൻഷുറൻസ് പോളിസി പ്രകാരം നഷ്ടപരിഹാരം കണ്ടെത്താം. സർക്കാർ ഉടമസ്ഥതയിലുള്ള അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി ഓഫ് ഇന്ത്യയാണ് പോളിസി നൽകുന്നത്. ഏത് വിഭാഗത്തിൽപ്പെട്ട കർഷകർക്കും തോട്ടമുടമകൾക്കും സഹകരണ സംഘങ്ങൾക്കും പോളിസിയിൽ ചേരാവുന്നതാണ്. വിളവെടുക്കുന്ന കാലഘട്ടത്തിൽ ഹെക്ടറിന് 400 മരങ്ങൾ എന്ന തോതിലാണ് നഷ്ടപരിഹാരം കണക്കാക്കിയിട്ടുള്ളത്. തൈ നട്ട മാസത്തിലെ അവസാന ദിവസം വെച്ചാണ് റബ്ബർ മരങ്ങളുടെ പ്രായം കണക്കാക്കുക. റബ്ബർ മരങ്ങളുടെ ഇൻഷുറൻസിനെ കുറിച്ച് അറിയാൻ വിളിക്കാവുന്ന ഫോൺ നമ്പർ 9895768333.
സംസ്ഥാന കൃഷിവകുപ്പിന്റെ കീഴിൽ കൊല്ലം അഞ്ചലിൽ പ്രവർത്തിക്കുന്ന കൃഷിഫാമിൽ വിവിധ ഇനം ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. കൂടാതെ വേരുപിടിപ്പിച്ച കുരുമുളക് വള്ളികളും തെങ്ങിൻ തൈകളും ലഭ്യമാണ്. സൂക്ഷ്മാണുവളമായ സ്യൂഡോമോണാസ്, കായ്ച്ചയ്ക്കെതിരെ പ്രയോഗിക്കാവുന്ന മാമ്പഴക്കെണി എന്നിവയും തയ്യാറാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9447010410. കണ്ണൂർ ജില്ലയിലെ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ കർഷകർക്ക് 25 ദിവസത്തെ പരിശീലന പരിപാടികൾ നടത്തുന്നു. പരിശീലനം ഒക്ടോബർ ആദ്യ ആഴ്ചയിൽ ആരംഭിക്കും. വിവിധ കാർഷിക യന്ത്രങ്ങളെ അടുത്തറിയാനും പ്രവൃത്തി പരിചയം നേടാനും പരിശീലനം സഹായിക്കും. 15 പേർ അടങ്ങുന്ന ഓരോ ബാച്ചിനാണ് പരിശീലനം നൽകുക. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് 200 രൂപ ദിനബത്തയും സൗജന്യ ഭക്ഷണവും നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 0492725229, മൊബൈൽ നമ്പർ 9847312960. അടുക്കള മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതിനും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ പ്രയോജനപ്പെടുത്തുന്നതിനും ബയോഗ്യാസ് പ്ലാന്റുകളുടെ നിർമ്മാണത്തിന് സംസ്ഥാന കൃഷിവകുപ്പ് സബ്സിഡി നൽകുന്നു. പരമാവധി 10,000 രൂപ വരെ സബ്സിഡി ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് കൃഷിഭവനുമായി ബന്ധപ്പെടുക. ഇനി കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിൻ്റലിന് 18,600 രൂപ, റബ്ബർ RSS 5 ക്വിൻ്റലിന് 18,200 രൂപ, വെളിച്ചെണ്ണ ക്വിൻ്റലിന് 8,000 രൂപ, കൊപ്ര ക്വിൻ്റലിന് 5,550 രൂപ, കുരുമുളക് ക്വിൻ്റലിന് 42,750 രൂപ, ജാതിക്ക തൊണ്ടോട് കൂടിയത് കിലോയ്ക്ക് 375 രൂപ, ജാതിക്ക തൊണ്ടില്ലാതെ കിലോയ്ക്ക് 600 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 42,700 രൂപ, അൺഗാർബിൾഡ് കുരുമുളക് 40,700 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് ക്വിൻ്റലിന് 40,200 രൂപ, വയനാടൻ കുരുമുളക് ക്വിൻ്റലിന് 40,700 രൂപ. കൊപ്ര വിപണി കോഴിക്കോട് ക്വിൻ്റലിന് 5,750 രൂപ, തളിപ്പറമ്പ് 5,200 രൂപ, കാസർഗോഡ് 5,050 രൂപ. വെളിച്ചെണ്ണ വിപണി കണ്ണൂർ ക്വിൻ്റലിന് 8,625 രൂപ, കോട്ടയം 8,500 രൂപ, ആലപ്പുഴ 8,000 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 29.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 30.2, 22.7, കൊച്ചി 30.2, 23, ആലപ്പുഴ 30.2, 24.6, പുനലൂർ 32.8, 21.7, തിരുവനന്തപുരം 31.7, 24.1 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.